ഒരു കാലത്ത് അടുക്കളയിലെ താരമായിരുന്ന അമ്മിക്കല്ല് ഇന്ന് ഒരു കൗതുകം മാത്രമായി മാറി. എന്നാൽ അമ്മി നിർമ്മാണത്തിന്റെ കേന്ദ്രമായിരുന്ന കണ്ണൂർ കരിങ്കൽ കുഴിക്കാർ ഇന്നും ആ പാരമ്പര്യം കൈവിട്ടിട്ടില്ല. ലാഭമൊന്നുമില്ലെങ്കിലും കുലത്തൊഴിൽ കൈവിടാൻ മനസ്സില്ലാതെ കരിങ്കൽ കുഴിയിലെ ഭാസ്കരൻ ഇപ്പോഴും അമ്മി നിർമ്മിക്കുന്നുണ്ട്. ഇത് കരിങ്കൽ കുഴിയിലെ ഭാസ്കരേട്ടൻ. ഭാസ്കരേട്ടൻ ഈ കൊത്തിക്കൊണ്ടിരിക്കുന്നത് ശില്പങ്ങളൊന്നുമല്ല, ഒരു കാലത്ത് നമ്മുടെ അടുക്കളയിലെ താരമായിരുന്ന അമ്മിയാണ്. പണ്ട് കാലത്ത് ഈ കരിങ്കൽ കുഴി അമ്മി നിർമ്മാണത്തിൻ്റെ കേന്ദ്രമായിരുന്നു. കരിങ്കൽ കുഴിയുടെ കല്ലുകഥ കേട്ടാലോ? അമ്മിക്കല്ലിലെ രുചിയുടെ ഗൃഹാതുരത്വമൊക്കെ വീടിൻ്റെ മൂലകളിൽ ഒതുങ്ങിപ്പോയ കാലത്തും കരിങ്കൽ കുഴിക്കാർക്ക് കല്ലുകഥയുടെ പാരമ്പര്യം പറയാനുണ്ട്. കണ്ണൂർ ജില്ലയിൽ കരിങ്കൽ കുഴിയായിരുന്നു അമ്മിക്കൊത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും പ്രധാന കേന്ദ്രം. കരിങ്കൽ കുഴിയിൽ ഒരുപാട് ആളുണ്ടായി, അമ്മി നിർമ്മിക്കുന്ന ആൾക്കാർ. അവരെല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങനെ ഈ മേഖല വിട്ടുപോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. കമ്മളാര സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു പ്രധാനമായും അമ്മി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ കാലം മാറിയതോടെ അമ്മിക്ക് ആവശ്യക്കാരില്ലാതെയായി. കുലത്തൊഴിലായി കൊണ്ടു നടന്നവരും അമ്മി നിർമ്മാണം കൈവിട്ടെങ്കിലും കരിങ്കൽ കുഴിയിലെ ഭാസ്കരൻ മാത്രം ആ പാരമ്പര്യം കൈവിട്ടില്ല. കൃഷ്ണശിലയിലാണ് സാധാരണയായി അമ്മി നിർമ്മിക്കുന്നത്. മറ്റ് പാറക്കല്ലുകളെ പോലെ പൊടിഞ്ഞു പോവുകയോ തേയ്മാനം സംഭവിക്കുകയോ ചെയ്യില്ല എന്നതാണ് കൃഷ്ണശിലയുടെ പ്രത്യേകത. കൃഷ്ണശില സുലഭമായി കിട്ടുന്നു എന്നതാണ് കരിങ്കൽ കുഴിയുടെയും പ്രത്യേകത. കൃഷ്ണശില എന്ന് പറഞ്ഞ കല്ല ഇത് വീട്ടിലങ്ങനെ വെച്ചാലും നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ വെറുതെ വെക്കാനും ആൾ കൊണ്ടുപോകുന്നുണ്ട്. അമ്മി ഇപ്പം ആരും അരക്കുന്നില്ലല്ലോ, എന്നാലും കൊണ്ടുപോകലുണ്ട്. അമ്മി അധികം ഉപയോഗിക്കാത്ത ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ഭാസ്കരേട്ടൻ ഈ തൊഴിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ ഒരു കാരണം? അമ്മി മാത്രമല്ല, വേറെ പല ഇതും പണി ഉണ്ടാവും. ഈ ഉള്ളി മുളകൻ ചതക്കുന്ന കല്ല്, പിന്നെ അമ്പലങ്ങളിൽ വേണ്ടുന്ന പീഠം, ചെറിയ വിളക്ക്, അതേപോലെയുള്ള സാധനങ്ങളെല്ലാം വരും, ഓർഡർ വരും. അതെല്ലാം കൂടി അങ്ങനെ അങ്ങ് പോകുന്നതാണ്. അമ്മിക്ക് ഇപ്പോഴും ആവശ്യക്കാരുണ്ടോ? അമ്മിക്ക് അത്യാവശ്യം ആരെങ്കിലും വരും, അത്രയേ ഉള്ളൂ. ആവശ്യക്കാർ കുറവാണെങ്കിലും അമ്മി ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുണ്ടാക്കുന്ന ഇതിന് ഈ കല്ല് വെച്ച് കൃഷ്ണശിലയിൽ ഉണ്ടാക്കുന്ന അമ്മികൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിൻ്റെ വീട്ടിൽ അത് ഐശ്വര്യം വരുന്ന ഇതാണെന്നാണ് പറയുന്നത്, പണ്ടേ ഉള്ളവർ പറയുന്നതാണ്. എത്ര സമയം എടുക്കും ഒരു അമ്മി ഉണ്ടാക്കാൻ? അത് 2-2.5 ദിവസം വേണം അമ്മിയും അതിൻ്റെ കുട്ടിയും കൂടി തീർക്കാൻ വേണ്ടി. ഈ അധ്വാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു തുക ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്? പ്രതിഫലമൊന്നും കിട്ടലില്ല. പ്രതിഫലം അങ്ങനെ കിട്ടലൊന്നും. നമ്മൾ പഠിച്ച പണിയായതുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് മാത്രം. പണ്ട് കാലത്ത് വീട്ടിൽ കൂടുതലിന് അമ്മിയാണ് കൊടുക്കുക. അമ്മി, പിന്നെ ആട്ടമ്മി, അതേപോലെയുള്ള സാധനങ്ങളാണ് കൊടുക്കുക. പൈസ കൊടുത്താൽ പൈസ അങ്ങ് തരും. അമ്മിയാവുമ്പോൾ അമ്മി എപ്പം ഞാൻ കൊടുത്ത അമ്മിയാണെന്ന് പറഞ്ഞിട്ട് എപ്പോൾ അവിടെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. കുലത്തൊഴിൽ കൈവിടാതെ ഇപ്പോഴും അതിൽ തുടരുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ ഒരു എടുപ്പായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോഴത് ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറ അങ്ങ് പോകുന്നതോടെ പല കുലത്തൊഴിലുകളും അന്യം നിൽക്കുന്ന കാലത്താണ് ഭാസ്കരേട്ടനെ നമ്മൾ പരിചയപ്പെടുന്നത്.